ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് രാഹുലിനോട് പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രതീക്ഷയും തകർന്നു അങ്കിളേ എന്ന് പറയാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റാനാണ്, വിക്രം ഇപ്പോൾ ഹോസ്പിറ്റലിലോ അവനെന്ത് പറ്റി? അവനെ കിരണിനെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികിനും ഒരുമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി എൻ്റെ സ്റ്റെഫി പറഞ്ഞെടുത്ത് പോയതാണ്. പോയപ്പോൾ 2-3 പേർ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടാ പോയതെന്നാ കേട്ടത്. പക്ഷെ കിരൺ ആ കറക്റ്റ് സമയത്ത് അവിടെ വരികയും അവനെ കൂട്ടുകാരൻ തല്ലി ചതച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്ന കേട്ടത്. എടാ, ഈ കല്യാണിനെയും കാർത്തികിനെയൊക്കെ ഒരുമിച്ച് നേരിടാൻ പോകുമ്പോഴേക്കും കിരൺ വരുമെന്ന് ഒരു മുന്നറിയിപ്പ് നമുക്ക് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. അത് അവൻ എപ്പോഴും ചാടി വരാം എന്നൊരു മുന്നറിയിപ്പ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊടുക്കണം. കിരണിനെക്കാളും ശക്തരായി വെച്ചിട്ടേ കാര്യമുള്ളൂ. അത് ശരി അങ്കിൾ പറഞ്ഞത്. എനിക്ക് പോലും അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. എന്നെ പോലെ ഒരു 5-6 പേരുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് പറഞ്ഞത്. വിക്രത്തിന്റെ എടുത്തുചാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ആ പ്രതീക്ഷ പോയല്ലോ അങ്കിളെ. സാരില്ലടാ, ഇന്നല്ലെങ്കിൽ നാളെ നീ ജയിലിൽ ചാടോലോ. ശേഷം നിന്നെ കൊണ്ട് ഇനി അത് സാധിക്കുള്ളൂ. എനിക്ക് എല്ലാ വിശ്വാസം നിന്നിലാടാ എന്ന് പറയാണ്. അതെ അങ്കിളെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ കാർത്തികിനെ കല്യാണിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ വരുള്ളൂ. ഒരു പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റി. അത് അവർ നന്നായിട്ട് മുമ്പിൽ അഭിനയിച്ചുകൊണ്ടാണ്. എനിക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയായിരുന്നെങ്കിൽ അവരുടെ അഭിനയത്തിന് മുമ്പിൽ ഒരിക്കലും വീടില്ലായിരുന്നു. അതിന് മുമ്പേ ആ കിരണിനെ ഞാൻ ഇല്ലാതാക്കിയാനെ. അന്ന് എനിക്ക് അതിന് അവസരം കിട്ടിയതുമാണല്ലോ. ഒരു അടി കൂടി അവന് തലക്ക് കൊടുത്തിരുന്നെങ്കിൽ അവൻ അന്ന് ചത്താനെ. ഒരു അടി കൊടുത്ത് അവന്റെ വിശ്വാസം നേടാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. കുഴപ്പമില്ല, എന്തായാലും തെറ്റി നിന്നിട്ടാണല്ലോ അങ്കിളെ നമ്മൾ ശരിയിലേക്ക് കടക്കുന്നത്. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. കിരണിനെയും കല്യാണിനെയും കാർത്തികിനെയും ഒക്കെ ഞാൻ ഇല്ലാതാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് ഗംഗപ്രസാദ് പറയാണ്. ശേഷം കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ മരിയെ എടുത്ത് നിൽക്കുന്നുണ്ട്. മരിയെ പറയുന്നുണ്ട്, എന്നാലും നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും എവിടെ പോയിടാ? ഈ ഫ്ലാറ്റ് ഞാൻ നോക്കാത്ത സ്ഥലമില്ല, എല്ലായിടത്തും ഞാൻ നോക്കി. പോകുന്ന വഴിക്ക് ആ കാറുകാരനെ ഞാൻ വിളിച്ചു നോക്കി. ആ കാറിലെങ്ങാനും പോയോ, റോട്ടിലെങ്ങാനും പോയോ എന്നൊക്കെ അറിഞ്ഞു. എവിടെയും ഇല്ലടാ, നമ്മുടെ ടിക്കറ്റ് എവിടെ പോയെന്ന് പോലും അറിയില്ല. എന്നാലും എവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എടാ നിന്റെ മുറപ്പെണ്ണ് ഒരു ദിവസം ഇവിടെ വന്നില്ലേ? എന്തോ സാധനങ്ങൾ നോക്കാനുണ്ടെന്നോ എന്തോ മിസ്സിംഗ് ആണോ എന്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തെന്നൊക്കെ അറിയാൻ വേണ്ടി. ഇനി അവളെങ്ങാനും എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനോഹർ പാണ്ഡെ അവൾ അങ്ങനെ എടുക്കാൻ ചാൻസ് റെഡി. കാരണം അവളോട് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ എങ്ങനെയാ ഇത് എടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, പറയാൻ പറ്റില്ല. ഇനി വേഗം നോക്കിയപ്പോൾ ഇതിന് സത്യം കണ്ടിട്ട് അവൾ സത്യം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത്രയൊക്കെ കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഇത് വേറെ എവിടെയോ ഒരു പാളിച്ച പറ്റിയതാണ്. പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല മരിയെ എന്ന് പറയുമ്പോൾ, ഇനി എന്ത് ചെയ്യാൻ? 2ാമത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടാനോ 1 മാസം സമയം എടുക്കും. 1 മാസമോ? അതെ, അത് കഴിഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇനിയും സമയം എടുക്കും. അപ്പൊ ഇനി ഒരു 2-2.5 മാസം ഇവിടെ നിൽക്കേണ്ടി വരുമല്ലേ? അതൊക്കെ വേണ്ടി വരുമോടാ. എന്ത് പറയാനാ നമ്മുടെ ഒരു അവസ്ഥ. സാരില്ല, നിനക്ക് ഈ നാടും പരിസരമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ. ചിലപ്പോൾ ഇവിടെ കുറച്ചാൾ നിൽക്കാൻ നമുക്കിപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് കേരളത്തിൽ ഒന്നുകൂടി ഒരു 2-2.5 മാസം ഒന്ന് അടിച്ചു പൊളിക്കാടാ. ഇനിയിപ്പോൾ അതല്ലേ വഴിയുള്ളൂ. 2-2.5 മാസം കൂടി പിടിച്ചു നിൽക്കാം എന്ന് മനോഹറും പറയണം. ആ സമയത്ത് മനോഹർ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഈ 2.5 മാസത്തിൽ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ആ സരിയോ ആ കിരണോ കല്യാണിയോ സത്യങ്ങൾ അറിഞ്ഞാൽ തീർന്നു. അമേരിക്ക യാത്രയും തീർന്നു. എന്തൊക്കെയായിരുന്നു ഈ സമയത്ത് അമേരിക്കയിൽ ഇരിക്കേണ്ട ഞാനായിരുന്നു. ആ ടിക്കറ്റ് കാണാത്തതിന്റെ പേരില്ല ഞാൻ ഈ അവസ്ഥയിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം കാണിക്കുന്ന സരൂനെയാണ്. ഷാരി റൂമിലേക്ക് വരുമ്പോഴേക്കും സരു ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകട്ടോ എന്തൊക്കെയോ ആലോചിച്ചിട്ട്. ഷാരി വിളിക്കുന്നുണ്ട്, മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സരു കേൾക്കുന്നില്ല. മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എന്താ നിങ്ങൾക്ക്? മോളെ, എനിക്ക് നിന്റെ ഈ അവസ്ഥയൊക്കെ കാണുമ്പോൾ പേടിയാവാടി. നീ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ആലോചിക്കും, ചില സമയത്ത് ചിരിക്കും, ചില സമയത്ത് കരയും. നിനക്ക് എന്തോ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. മോളെ വാ മോളെ, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം. അതെ, നല്ലൊരു ഡോക്ടറെ കാണാം. ഞാൻ അപ്പോഴേ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം. നിങ്ങളെ സമനില തെറ്റിപ്പോയെന്നേ. നിങ്ങളുടെ ഭർത്താവ് ഇപ്പം ജയിലിലാണ്. നിങ്ങൾ പൊന്നുപോലെ വളർത്തിയ മകളോ നിങ്ങളുടെ എല്ലാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് സത്യം ഈ ലോകത്ത് ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സമനില തെറ്റാതിരിക്കോ? അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, നിങ്ങളെ കാണിക്കാം. മോളെ, എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കാണ് തള്ളേ കുഴപ്പം, നിങ്ങൾക്കാണ് കുഴപ്പം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് പ്രാന്താശുപത്രി പോയി കിടന്നോ, എനിക്കൊരു കുഴപ്പമില്ല. ഈ ലോകത്തെ ഞാനും എൻ്റെ മനുവേട്ടനും മാത്രമേ ഉള്ളൂ നോർമല്, ബാക്കിയുള്ളവർക്കൊക്കെ പ്രാന്താ എന്നൊക്കെ പറഞ്ഞ സാരിയെ വീണ്ടും ചിരിക്കാട്ടോ. ഷാരിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. ഈശ്വര, ഇവളുടെ സമനില ആകെ തെറ്റി. മനോഹറിനെ കുറിച്ച് സത്യങ്ങളൊക്കെ ഇവൾ അറിഞ്ഞോ എന്നൊക്കെ ആഴ്ച ഷായ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന വിക്രത്തിനെയും പ്രകാശിനെയാണ്. വിക്രത്തിന് അങ്ങനെ ബോധം വരുമ്പോൾ പ്രകാശനോട് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, മനസ്സിലൊരു കണക്ക് കൂട്ടൽ മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. അതെന്താടാ മക്കളെ? നീ എന്നോട് പറടാ, അച്ഛനോട് പറടാ, അച്ഛനെ നീ വിശ്വസിക്കടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ. എന്താ നിന്റെ മനസ്സിൽ?
വേറൊന്നല്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ദിവസം മുമ്പെങ്കിലും എനിക്ക് ആ കല്യാണിനെ കൊല്ലണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് വിക്രം പറയാട്ടോ. അത് കേൾക്കുമ്പോൾ പ്രകാശിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കല്യാണി വരികയാണ്. കല്യാണി വരുന്നുണ്ട്. ഓഹോ, നീ ഈ അവസ്ഥയിലായിട്ട് നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലേടാ. ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, അച്ഛൻ ഇവന്റെ കാല് തല്ലിയൊടിച്ചാലോ തലമണ്ട അടിച്ചു പൊട്ടിച്ചാലോ നീ വന്ന് നേരെയാവില്ല. പക്ഷെ അച്ഛൻ മാറി എന്നൊക്കെ ഞാൻ വിശ്വസിച്ചായിരുന്നു. അമ്മൂമ്മ കാല് തല്ലിയൊടിച്ചപ്പോ. പക്ഷെ നിങ്ങളും മാറിയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ലെങ്കിൽ രാവും പകലും ഇവനെ കൂട്ടിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോ പ്രകാശനൊന്നും മിണ്ടില്ല. വിക്രം പറയുന്നുണ്ട്, അതേടി അച്ഛനെ മാറാൻ സാധിക്കില്ല. കാരണം എന്തറിയോ, അച്ഛനെ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി പോവാടി, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുമ്പോ, എടാ വിക്രം, നിനക്കിന് പരോള് തീരാൻ എത്ര നാളുണ്ടടാ? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നീ ബെഡിൽ നിന്ന് എഴുന്നേറ്റല്ലേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നീ ബെഡിൽ നിന്ന് എഴുന്നേക്കില്ലടാ. കാരണം നിനക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക, അത് 3 ആഴ്ചത്തേക്ക്. 2 ആഴ്ച കഴിയുമ്പോൾ നിനക്ക് എന്തായാലും പരോള് കഴിയും. നീ അവിടെ ജയിലിലേക്ക് പോകേണ്ടി വരും. ജയിലിലേക്ക് നിനക്ക് പോയി കഴിഞ്ഞാൽ നിനക്കും അപ്പോഴും ഈ ബെഡ് റെസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് പറയണ. എടി, നീ അധികം വലിയ ആളാവാൻ നീണ്ട് നിൽക്കണ്ട. നിന്നെ ഞാൻ വെച്ചേക്കണേ, ഞാൻ വെറുതെ വിടിയിലിട്ടെന്ന് പറയണേ. ശരിടാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ട്. നീ എനിക്കൊരു ഭയങ്കര അടിപൊളി ആണാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, എന്നെ കൊന്നിട്ട് നീ ജയിലിൽ പോയിക്കോടാ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണിയുടെ ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. പ്രകാശനെങ്കിൽ ആകെ വിഷമോ, ഈശ്വര എൻ്റെ കൺമുമ്പിൽ തന്നെ മക്കളെല്ലാവരും കൂടി ഞാൻ തല്ലു പിടിച്ച് വഴക്കാവണല്ലോ. ഒന്നില്ലെങ്കിൽ ഇവർ തല നേരെയാക്കി കൊടുക്ക്, പിന്നെ നല്ല ബുദ്ധി കൊടുക്കുക ഈശ്വര, അല്ലെങ്കിൽ ഇവന് ഇതോടുകൂടി തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ ഇങ്ങനെ പ്രാർത്ഥിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ പിന്നെ ആ മരിയയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. 2 മാസം കൂടി സരുവിനെ പറഞ്ഞു പറ്റിച്ച് എങ്ങനെയെങ്കിലൊക്കെ 2 മാസം തള്ളി നീക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ വീട്ടിലേക്ക് വരുമ്പോഴാണ് മനോഹറിന്റെ അവസാന ദിവസം. അതെ, മനോഹർ മരിക്കുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന അതേ കോസ്റ്റ്യൂം തന്നെയാണ് ഇന്ന് പ്രൊമോ കാണിച്ചപ്പെട്ടത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം നാളത്തെ എപ്പിസോഡിന്റെ ഇൻഡോട് കൂടി തന്നെ ആ ഭാഗങ്ങളും ഉണ്ടാവും. സരു മനോഹറിന്റെ തല അടിച്ചു പൊട്ടിക്കാൻ പോകുന്ന ഭാഗം, തല അടിച്ചു പൊട്ടിക്കല്ല, മരിച്ചു പോകട്ടെ മനോഹർ 100% മനോഹർ മരിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം സരുവിനും വട്ടാകാണ്. പിന്നെ ഷാരിക്കും കുഞ്ഞിനും ആരില്ലല്ലോ. ഷാരിനെയും കുഞ്ഞിനെ കല്യാണിയും കിരണും കൂടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഷാരിനെ ഒന്നും ചെയ്യില്ല, കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. അവർക്ക് ആരുമില്ല, ഒന്നുമില്ല, ജീവിക്കാൻ ഒരു ഭാഗ്യമില്ലാതെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ കല്യാണിക്ക് നേരത്തെ തന്നെ മറ്റേ കൺമണിമോളെ വളർത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അത് വേറൊന്നുമല്ല, കൺമണിമോള് നല്ലൊരു കുട്ടിയാണ്. അവള് സരുവിന്റെ കൂടെ വളർന്നു കഴിഞ്ഞാൽ സരു ചീത്താക്കി കളയും ആ കുഞ്ഞിനെ. അതുകൊണ്ട് ആ കുഞ്ഞ് കിരണിന്റെ അടുത്തും കല്യാണിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ കല്ലുമോനെ കൂട്ടുവാകും, പിന്നെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യാലോ. ഇനി ചരിത്രം ആവർത്തിക്കുമെന്ന് അറിയില്ല. ഇതുപോലെ തന്നെയാണല്ലോ നമ്മുടെ സരയുവിനെ രൂപ അത്രമാത്രം സ്നേഹിച്ച് മോനെ കൊണ്ട് കെട്ടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹിച്ച് വളർത്തിയത്. സെയിം തന്നെ കല്യാണത്തെ കൺമണി മോളെ വളർത്ത് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൺമണിനെ ചീത്താക്കാൻ വേണ്ടി ആരും കൂടെ ഇല്ലെങ്കിൽ പോലും ഈ കൺമണിയുടെ മുറച്ചെറുക്കനാണല്ലോ കിരണിന്റെ കണ്ണ് കല്ലുമോൻ. ഇനി ചരിത്രം ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ, ആ ഒരു തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ മനോഹർ മരിക്കാൻ പോകുന്നത് തന്നെയാണ് ഈ ആഴ്ചയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വീക്കെൻഡ് പ്രൊമോയിലായിരിക്കും സരു ജയിലിലേക്ക് പോകുന്ന ഭാഗം കാണിക്കണം. ജയിലിലേക്ക് പോയാലും സരുവിനെ മാനസിക അസുഖം ഇതുകൊണ്ട് തന്നെ ജയിലിൽ കിടത്തത്തില്ല. സരുവിന് മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും കിടത്തുന്നുണ്ടാവുക. എന്തായാലും കൺമണി മോള് കല്യാണിയുടെ കയ്യിലാണ് കേട്ടോ. അത് 100% ഷുവറാണ്. കാരണം പ്രൊമോയിൽ അത് കാണിച്ചില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറ്റേ കൺമണി മോള് മാത്രമല്ല ഷാരീനെയും അവർ, അതായത് രൂപയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയി നിർത്തുന്നത്. കാരണം അവരിനിപ്പോൾ ഒന്നും ചെയ്യില്ല, അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് രൂപയുടെ വീട്ടിൽ രൂപക്കൊരു കൂട്ടുമായല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ നിർത്താനാണ് ചാൻസ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലാഗിങ്ങും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് എപ്പിസോഡ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.